ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നല്ല സമയം നാം എല്ലാവരും കർത്താവിന്റെ പാദത്തിൽ, കർത്താവിന്റെ തിരുവചനത്തിന് മുമ്പാകെ ഇരിക്കുകയാണ്. ദൈവവചനം പറയുന്നു, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. എന്താണ് നല്ല അംശം? യേശുവാണ് നല്ല അംശം. യേശുവിന്റെ പാദപീഠമാണ് നല്ല അംശം. യേശുവിന്റെ വചനമാണ് നല്ല അംശം. ഈ വചനമാവുന്ന നല്ല അംശം തിരഞ്ഞെടുക്കുവാൻ, ഈ വചനം കേൾക്കുവാൻ ഒരു ദാഹം നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എത്രയോ കോടിക്കണക്കിന് മനുഷ്യരുണ്ട് നമ്മുടെ ഈ ഭൂമിയിൽ. നാം കണക്കുകൾ നോക്കിയാൽ ഏതാണ്ട് 800 ചില്ലുവാനും കോടി ജനങ്ങളുണ്ട്. അതിൽ എത്ര പേരുണ്ട് കർത്താവിന്റെ വചനം കേൾക്കാൻ ദാഹമുള്ളവര്? എന്നാൽ നിങ്ങൾക്ക്, മാന്യ സഹോദര, പ്രിയ സഹോദരി, പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, പ്രിയപ്പെട്ട കുഞ്ഞുകുട്ടികളെ, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് ഒരു ദാഹം തന്നുകൊണ്ടല്ലേ, കർത്താവ് ഒരു ആഗ്രഹം തന്നുകൊണ്ടല്ലേ? അതെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. സ്വർഗം നിങ്ങളെ കാണുന്നു. സ്വർഗം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഈ ഒരു സത്യം ഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനേകം പ്രശ്നങ്ങളും പ്രതിസന്ധികളും, അനേകം രോഗങ്ങളും ഞെരുക്കങ്ങളും കടബാധ്യതകളും, അനേകവിധമായ പ്രശ്നങ്ങൾ, മക്കളെ ചൊല്ലിയുള്ള ആവലാതികൾ, നാളെയെ ചൊല്ലിയുള്ളതായ ഭയപ്പാടുകൾ, അനേകം കാര്യങ്ങളാൽ വലഞ്ഞ് നിങ്ങൾ കഴിയുകയാണെങ്കിലും സാരമില്ല. നിങ്ങൾക്ക് സകല പ്രശ്നത്തിനും പരിഹാരം തരുന്ന ക്രിസ്തുവിന്റെ വചനത്തിന് മുമ്പാകെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. വിശ്വസിക്കൂ, നിങ്ങളുടെ ഏത് രോഗവും സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. നിങ്ങളുടെ ഏത് കടബാധ്യതകൾ മാറ്റാൻ യേശുവിന് കഴിയും. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുകയില്ല. നാം ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ഒരുത്തും പിടിയും കിട്ടുകയില്ല. മെഡിക്കൽ സയൻസിന് മനസ്സിലാകുകയില്ല. സാമ്പത്തിക ശാസ്ത്രത്തിന് മനസ്സിലാകുകയില്ല. എന്നാൽ ജീവനുള്ള ദൈവം, നമ്മുടെ ദൈവത്തിന്റെ പേര് സർവശക്തനായ ദൈവമെന്നാണ്. നമ്മുടെ ദൈവത്തിന്റെ പേര് സർവജ്ഞാനിയായ ദൈവമെന്നാണ്. നമ്മുടെ ദൈവത്തിന്റെ പേര് സർവസമ്പന്നനായ ദൈവമെന്നാണ്. നമ്മുടെ ദൈവത്തിന് പേരുണ്ട് സർവവ്യാപി, സർവസമ്പന്നൻ, സർവജ്ഞാനി, സർവസൈന്യാധിപൻ. സകലത്തിന്റെ ഉടയവനായ ജീവനുള്ള ദൈവം, മകനെ, പ്രിയ മകളെ, നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരും. നിന്റെ സകല രോഗങ്ങൾക്കും പരിഹാരം വരുത്തി കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളുടെ രോഗത്തിന് ഇനി കർത്താവ് പരിഹാരം വരുത്തുകയല്ല, പരിഹാരം ഓൾറെഡി വരുത്തി കഴിഞ്ഞു. എവിടെ? കാൽവറി ക്രൂസിൽ 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു ഏറ്റ ഓരോ അടിപ്പിണരാലും അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. കാൽവറിയിൽ യേശു ഏറ്റ ഓരോ അടിപ്പിണരും നമുക്ക് സൗഖ്യം തരാനായിരുന്നു, നമുക്ക് സമാധാനം തരാനായിരുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിന്റെ മേലായി. നമുക്ക് സമാധാനം തരാൻ യേശു ശിക്ഷയേറ്റു. സമാധാനമില്ലാതെ നടക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, സമാധാനത്തിന് വേണ്ടി പല വഴികൾ ഓടി തളർന്ന്, എന്നിട്ടും സമാധാനം കിട്ടാതെ അവിടെയും ഇവിടെയും എവിടെയും ഓടി നടന്നിട്ടും ഒരിറ്റ് സമാധാനം കിട്ടാതെ, വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമാധാനം കിട്ടാതെ വലഞ്ഞു കഴിയുന്നവരുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ അറിയിക്കട്ടെ, യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം തരും. തന്നു കഴിഞ്ഞു. എങ്ങനെ? യേശു ശിക്ഷയേറ്റപ്പോൾ നമുക്കുള്ള സമാധാനം കർത്താവ് തന്നതാണ്. നാം അത് സ്വീകരിക്കണം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ 1 കോടി രൂപ നിക്ഷേപിച്ചു എന്ന് വിചാരിക്കും. 1 കോടി രൂപ. നിങ്ങൾ അത് അറിഞ്ഞു. അറിയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അറിഞ്ഞു. നിങ്ങൾക്ക് വലിയ സന്തോഷമായി. 1 കോടി രൂപ. ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പാടിൽ കഴിയുകയാണ്. ബാങ്കിലെ ലോൺ അടയ്ക്കാനുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുണ്ട്, വാടക അടയ്ക്കാനുണ്ട്, 100 ആവശ്യങ്ങളുണ്ട്. നിങ്ങൾ സാമ്പത്തികമായി ഞെരുങ്ങി കഴിയാണ്. അപ്പോഴാണ് കേൾക്കുന്നത് നിങ്ങളുടെ ഫാദർ അല്ലെ ഗ്രാൻഡ് ഫാദർ നിങ്ങൾക്ക് വേണ്ടി 1 കോടി രൂപ ബാങ്കിൽ നിക്ഷേപിച്ചു എന്ന്, വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ നിങ്ങളുടെ കയ്യിൽ ചെക്ക് ബുക്ക് ഉണ്ട്. നിങ്ങൾ ആ ചെക്ക് ബുക്ക് എടുക്കുന്നില്ല, അതിൽ എമൗണ്ട് എഴുതുന്നില്ല, അത് സൈൻ ചെയ്യുന്നില്ല, ബാങ്കിൽ കൊടുക്കുന്നില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ന്യൂ ബാങ്കിങ് സിസ്റ്റം, വീട്ടിലിരുന്നു കൊണ്ട് വിരൽത്തുമ്പിൽ നെറ്റ് ബാങ്കിങ് സംവിധാനം, അതുപയോഗിച്ച് നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. അതൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. അയ്യോ, എനിക്ക് പട്ടിണിയാണ്, എനിക്ക് സാമ്പത്തിക ഞെരുക്കമാണ്, എനിക്ക് കടബാധ്യതയാണ്, കുഞ്ഞുങ്ങളുടെ ഫീസ് അടച്ചിട്ടില്ലേ, ഇങ്ങനെ 100 പരാതികളായി നാം നടന്നാൽ നമ്മളെ കുറിച്ച് അറിയാവുന്നവർ പറയും, എന്ത് പറയും? കഷ്ടം. എല്ലാം ഉണ്ടായിരുന്നിട്ടും ആ മനുഷ്യൻ അത് ഉപയോഗിക്കുന്നില്ല. ഇതുപോലെ അല്ലേ പ്രിയരെ ക്രിസ്തീയ ജീവിതം? യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എല്ലാം സാധിപ്പിച്ചു, എല്ലാം നേടി.
എവറിതിങ് അക്കംപ്ലിഷ്ഡ്, എല്ലാം നിവൃത്തിയായി എന്നാണ് യേശു പറഞ്ഞത്. എല്ലാം, ആ എല്ലാം എന്നുള്ള വാക്കിൽ എല്ലാം, നിങ്ങളുടെ ആത്മീയമായത്, ഭൗതികമായത്, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ളത്, നിങ്ങളുടെ നിത്യതയ്ക്ക് വേണ്ടിയിട്ടുള്ളത്, നിങ്ങളുടെ പാപമോചനത്തിന്, നിങ്ങളുടെ സാമ്പത്തികമായി, നിങ്ങളുടെ രോഗത്തിന്, നമ്മുടെ ഓരോരുത്തരെയും സകല പ്രശ്നത്തിനും പരിഹാരം യേശുക്രിസ്തു വരുത്തി കഴിഞ്ഞു. എന്നാൽ ഈ ചെക്ക് ബുക്ക് ഏതാണ്? വിശ്വാസം. വിശ്വാസം എന്ന ചെക്ക് ബുക്കിൽ നാം വ്യക്തിപരമായ വിശ്വാസം എന്ന ഒപ്പിട്ട് അത് സ്വർഗത്തിന്റെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് യേശുക്രിസ്തു കാൽവറിയിൽ നേടിയ സകല സൗഖ്യവും, സകല സമാധാനവും, സകല അഭിവൃദ്ധിയും, സകല പാപമോചനവും കർത്താവ് നിങ്ങൾക്ക് തരും. എന്റെ പ്രിയരെ, എന്നാൽ ഇന്ന് മനുഷ്യൻ വലിഞ്ഞു നടക്കുകയാണ്. എവിടെ പോയാലും ഒരു സന്തോഷം കിട്ടും. നിങ്ങൾ എവിടെ പോയാലും സന്തോഷം കിട്ടുകയില്ല. ഏത് സ്ഥലത്ത് പോയാലും ഒരു സമാധാനം കിട്ടും. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും ആത്യന്തികമായ സമാധാനം കിട്ടുകയില്ല. എന്നാൽ സമാധാനവും സന്തോഷവും തരുന്ന ഒരിടമുണ്ട്. ഏതാണ് ഇടം? യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ പാദപീഠം. യേശുക്രിസ്തു തന്റെ കൈകളിൽ നിന്ന് കാലുകളിൽ നിന്ന് ഒഴുകിയതായ തിരക്തം ആ ക്രൂശിലൂടെ ഒഴുകി ഒഴുകി താഴോട്ടൊഴുകി. ആ ക്രൂശിന്റെ ചുവട്ടിലുണ്ട് മകളെ നിന്റെ സകല പ്രശ്നത്തിന് പരിഹാരം. നിങ്ങൾ ആരും വലഞ്ഞു കഴിയേണ്ട. നാം ആരും വലഞ്ഞ് ഉഴന്ന് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് കഴിയാൻ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയനെ, എല്ലാം നിർവഹിച്ച യേശു. ഇതാണ് വിശ്വാസം. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അത് വചനമാണ്. വിശ്വാസം. എന്താണ് വിശ്വസിക്കേണ്ടത്? 1, യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന വിശ്വാസം. 2, യേശു സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള വിശ്വാസം. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ്. എന്റെ പാപങ്ങൾക്ക് പരിഹാരമാണ്, എന്റെ രോഗങ്ങൾക്ക് പരിഹാരമാണ്, എനിക്ക് സമാധാനം തരാനാണ്. എന്റെ അകൃത്യം നിമിത്തമാണ് യേശു മുറിവേറ്റത്, എന്റെ അതിക്രമങ്ങൾ നിമിത്തമാണ് യേശു തകർക്കപ്പെട്ടത്. എല്ലാം ഓർത്ത് കർത്താവിനെ ധ്യാനിച്ച് ആ സ്നേഹനിധിയായ യേശുവിനോടുള്ള നിർമ്മല സ്നേഹത്തെ പ്രതി നാം യേശുവിന്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്താൽ എല്ലാ പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം തരും. നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാകട്ടെ, എത്ര അഗാധമാകട്ടെ, നിങ്ങൾ ഉറക്കമില്ലാത്ത രാത്രികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കർത്താവേ എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കിട്ടുമോ, എന്റെ സാമ്പത്തിക ഞെരുക്കം മാറുമോ, എന്റെ കടബാധ്യതകൾ മാറുമോ, കർത്താവെ ജപ്തി നോട്ടീസ് അയക്കുമെന്ന് ബാങ്ക് മാനേജർ പറഞ്ഞു കഴിഞ്ഞു, രജിസ്റ്റേർഡ് ലെറ്റർ പോസ്റ്റ്മാന്റെ വരവും കാത്ത് ഞാൻ ഭയത്തോടെ ഇരിക്കുന്നു. ഇന്ന് ഈ തിരുവചനം കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഭയപ്പാടോടെ ഇരിക്കുന്നുണ്ടോ? കടബാധ്യതകളെ ഓർത്ത്, ജപ്തി നോട്ടീസിനെ ഓർത്ത്, നിങ്ങളുടെ പുരയിടവും കുടുംബവും വീടും സ്ഥലം എല്ലാം ജപ്തിയായി പോകുമല്ലോ എന്നോർത്ത് ഭയപ്പാടോടെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിലേക്ക് നോക്കൂ. യേശു നിങ്ങൾക്ക് പുതുവഴി തുറന്നു വരും. കടം എങ്ങനെ വീടും? വലിയ പർവ്വതം പോലെയുള്ള കടം 1 ലക്ഷമല്ല, 2 ലക്ഷമല്ല, എന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടമായി മുന്നോട്ട് നോക്കിയാൽ ഇരുട്ട് മാത്രം, അന്ധകാരം മാത്രം. അങ്ങനെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇരുട്ടിന്റെ മധ്യത്തിൽ പ്രകാശം തെളിയിക്കുന്നവനാണ് ക്രിസ്തു എന്ന് നിങ്ങൾ അറിയൂ. ഹല്ലേലൂയ. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ അന്ധകാര മേഖലകളിൽ വെളിച്ചമാവുന്ന ക്രിസ്തു വന്ന് പ്രകാശിക്കുകയും നിങ്ങളുടെ ബുദ്ധിക്കോ ശക്തിക്കോ നിങ്ങളുടെ കഴിവിനോ നിങ്ങളുടെ ചിന്താഗതികൾക്കോ അതീതമായി കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, 126 സങ്കീർത്തനമാണെന്ന് തന്നെ എന്റെ ഓർമ്മ, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. വീണ്ടും പറയുകയാണ്, യഹോവ നിങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അതെ, യഹോവ വൻ കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. ആ ജീവനുള്ള ദൈവം നിങ്ങളിൽ, അതെ മകനെ നിന്നിൽ, പ്രിയ സഹോദരി നിന്നിൽ, രോഗിയായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവേ പിതാവേ നിങ്ങളിൽ, നിരാശപ്പെട്ട് മക്കളെല്ലാം കൈയൊഴിഞ്ഞു, എനിക്ക് ആശ്രയസ്ഥാനം ആരുമില്ലല്ലോ എന്നോർത്ത് വലഞ്ഞു കഴിയുന്ന മകനെ നിന്നിൽ, നിന്റെ ശരീരം ബലഹീനമാണ്, രോഗമാണ്, കർത്താവേ അനേകർക്ക് ജോലിയുണ്ട്, എനിക്ക് സ്വന്തമായി ഒരു ജോലിയില്ലല്ലോ, ഒരു 10 രൂപ സ്വന്തമായി വരുമാനം എടുക്കാൻ എനിക്ക് ഇല്ലല്ലോ എന്നോർത്ത് വലഞ്ഞു കഴിയുന്നവരുണ്ടോ? എനിക്കറിയാം, ഉന്നതമായ വിദ്യാഭ്യാസം നേടിയിട്ടും ഇന്നും ജോലിയില്ലാതെ കഴിയുന്നവരെ കുറിച്ച് എനിക്ക് പ്രാർത്ഥനാ വിഷയങ്ങളിലൂടെ അനേകം ദൈവമക്കൾ വിളിച്ചു പറയുമ്പോൾ ഞാൻ കേൾക്കാറുണ്ട്, എന്തുകൊണ്ടോ ശരിയാകുന്നില്ല, ഒരു ജോലി കിട്ടുന്നില്ല,
ഒരു അഡ്മിഷൻ ശരിയാകുന്നില്ല, പലതും ചെയ്തു. എന്നാൽ തടസ്സങ്ങൾ, കല്ലുകൾ, പ്രതിസന്ധികൾ മുന്നിൽ നിൽക്കുന്നു. എന്നാൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ യേശു ക്രിസ്തു നിങ്ങളെ സഹായിക്കും. യേശു ക്രിസ്തു നിങ്ങൾക്ക് പുതിയ വഴികൾ തരും, പുതിയ പാതകൾ തരും, പുതിയ മേഖലകൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരും. നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയാത്തത്, നിങ്ങൾ ചിന്തിക്കാത്ത മേഖലകൾ കർത്താവ് തുറന്നു തരും. എനിക്ക് രോഗം വന്നല്ലോ, എനിക്ക് ക്യാൻസർ വന്നല്ലോ, കർത്താവേ രോഗം വന്നു, ചികിത്സ ചെയ്യാൻ മാർഗമില്ല, ഇൻഷുറൻസ് ഇല്ല, കർത്താവെ കീമോതെറാപ്പി എടുക്കാൻ പറയുന്നു, കർത്താവെ ലേസർ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറയുന്നു, എന്നാൽ പണമില്ല. ഞാൻ എന്തു വേണ്ടു എന്നോർത്ത് വലഞ്ഞു കഴിയുന്നവരുണ്ടോ? മക്കളെ ഓർത്ത് പ്രയാസപ്പെടുന്നവരുണ്ടോ? ഇന്ന് മക്കളാണ് അനേകം മാതാപിതാക്കളുടെ വേദന വിഷയം, ഭാര വിഷയം. മക്കൾ വഴിതെറ്റിപ്പോകുന്നു, മയക്കുമരുന്നിന്റെ അടിമകളായി പോകുന്നു. ഈ സമയങ്ങളിലെല്ലാം നാം കേൾക്കുന്നില്ലേ കെമിക്കലായിട്ടുള്ള അനേകം ലഹരി പദാർത്ഥങ്ങൾ. എനിക്ക് അതിന്റെ പേരുകളൊന്നും കൃത്യമായിട്ട് അറിയില്ല. MDMA എന്നോ അങ്ങനെ എന്തോ മറ്റോ പേരുള്ള അനേകം മയക്കുമരുന്നുകൾ ഇന്ന് നാം കേൾക്കുന്നു. ഇന്നലെ രാത്രിയിൽ ഞാൻ കേട്ടതായ ഒരു വാർത്തയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകം ശീതള പാനീയങ്ങളിൽ, കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം തുടങ്ങിയതായ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പോലും ഈ മയക്കുമരുന്ന്. ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: ഒരു ശീതള പാനീയം ഒരു ഗ്ലാസ്സിൽ ഒരാൾ കൊണ്ടുപോയി ഒരാൾക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നഖത്തിന്റെ ഇടയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മയക്കുമരുന്ന്, ആ വിരൽ ആ ശീതള പാനീയത്തിലേക്ക് ഒരു 2 മിനിറ്റോ 2 സെക്കൻഡോ മറ്റോ ഇട്ടാൽ മതി. അദ്ദേഹത്തിന്റെ കൈ വിരലിന്റെ നഖത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മയക്കുമരുന്ന് ആ ശീതള പാനീയത്തിൽ പകരപ്പെടുകയും അത് കുടിക്കുന്നയാള് വേറൊരു അവസ്ഥയിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ എത്ര പെൺകുട്ടികൾക്ക് ഈ മയക്കുമരുന്ന് ഐസ്ക്രീമിലും ശീതളപാനീയത്തിലും ഒഴിച്ചു കൊടുത്ത് അവരുടെ ജീവിതം നശിപ്പിക്കുന്നു. അവരുടെ ജീവിതം അനേകർ ചേർന്ന് അവരെ പീഡിപ്പിക്കുന്നു, അശുദ്ധ ചിത്രങ്ങൾ എടുക്കുന്നു, മ്ലേച്ഛകരമായി അവരെ പീഡിപ്പിക്കുന്നു. ലോകത്തിൽ മ്ലേച്ഛതകൾ നടമാടുന്നു. എന്താണ് ഇതിന്റെ പരിഹാരം? ബോധവൽക്കരണമാണോ? നല്ലത്, പക്ഷേ അതുമല്ല പരിഹാരം. അത് പരിഹാരം യേശുവാണ്. യേശു ജീവിതത്തിൽ വന്നാൽ, യേശു ഹൃദയത്തിൽ വന്നാൽ, യേശു അനേക സഭകളിൽ വന്നാൽ, സഭാ നേതൃത്വത്തിൽ വന്നാൽ, അനേക യൗവനക്കാരിൽ വന്നാൽ, ദേശങ്ങളിൽ യേശുവിന്റെ കൃപ വന്നാൽ ഇതെല്ലാം മാറും. ഇന്ന് അന്ധകാരം വാഴുകയാണ്. എന്നാൽ സത്യപ്രകാശമായ യേശു നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ ആരാധനാലയങ്ങളിൽ യേശു വന്നാൽ യേശു അന്ധകാരം മാറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാവി പ്രത്യാശയായി യൗവന തലമുറ നശിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയ, നിങ്ങൾക്കതിൽ വേദനയില്ലേ? നമുക്ക് ഉണരാം. എങ്ങനെ ഉണരാം? ഇത് സമരം ചെയ്താൽ പോകുന്നതല്ല ഈ പ്രതിഭാസം. വെളിച്ചം വരുമ്പോൾ ഇരുള് മാറും. വെളിച്ചമാവുന്ന ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. യേശുവേ, കടന്നു വരണമേ. അവിടുന്ന് സത്യപ്രകാശമായി ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ എല്ലാം വാഴണമേ എന്ന് നാം പ്രാർത്ഥിച്ച് യേശുവിന് ഇടം കൊടുത്താൽ യേശു നമ്മളെ സഹായിക്കും. അന്ധകാരം മാറും. യേശു പ്രകാശം കൊണ്ട് നമ്മുടെ കുടുംബത്തെയും വ്യക്തി ജീവിതത്തെയും അനുഗ്രഹിക്കും. അതിനെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും, എന്റെ പ്രിയരെ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ തലമുറകൾ, നിങ്ങൾ സ്നേഹിക്കുന്നവര് എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തെ പ്രതി അനുഗ്രഹം പ്രാപിപ്പാൻ, ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന നിത്യ സ്വർഗത്തിന്റെ അവകാശം പ്രാപിപ്പാൻ, പാപമോചനം പ്രാപിപ്പാൻ, രക്ഷ എന്ന ആ വലിയ നിധി പ്രാപിപ്പാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? സങ്കട വിഷയങ്ങളുണ്ടോ? ഭാര വിഷയങ്ങളുണ്ടോ? നിങ്ങൾ തീർച്ചയായും നിങ്ങൾ തന്നെ യേശുവിനോട് പ്രാർത്ഥിക്കൂ. യേശു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. അല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥന സപ്പോർട്ട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഞങ്ങളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, നിങ്ങളുടെ വേദനകൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം